ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു കയ്യബദ്ധം. അതായത് ARMന്റെ ട്രെയിലർ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഫാൻ മെയ്ഡ് ആയിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ 10-15 കമന്റ് വന്നിട്ടുണ്ട്. എടാ പൊട്ട എന്ന കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടും ചെയ്ത് പൊട്ടത്തരായതുകൊണ്ടൊന്നും പറയാനും വയ്യ. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോഴാണ് വന്നത്. കണ്ടുനോക്കാം. ശിവനേ. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും ഞാൻ വേഗത്തിൽ, വെറുതെ മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് ആ പറഞ്ഞേ. നാടായ നാട് പറ്റും കട്ടുമുടിച്ച് നടക്കുന്നവരെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ടായി. 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും. കൊള്ളിട്ടായാലും മടിയില്ല. ഇങ്ങോടെ നിൽക്കണം. മണിയടി. ഹലോ. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന് നിന്നെ പോലെ. സംസാരമൊക്കെ പൊളി. എന്റെ ആകാശവും മണ്ണെല്ലാം നീയാ. ശ്വസിക്കുന്ന വായുവിന് ഒരാളെ പിടികിട്ടൂല. ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. മറ്റന്നാ നട തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളനാണ്. രാജാവിന്റെ ചതുരംഗ പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേറുകൾ ഉണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ. ഇപ്പോ ആദ്യരാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കുണം കൊണ്ടാണ്. എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജേട്ടൻ ഫൈറ്റ് എന്തെങ്ങനെയാണ് ചെയ്യുന്നത്? മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ഈ ചെയ്യൊതുക്കാവില്? എന്നാ പറ പോലീസിലെ, കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത്? കള്ളൻ. അത് ആ ഒരു ക്യാരക്ടർ പോലെല്ലാം ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ടേ. അതാ കള്ളനായിരുന്നു, പോലീസ് ചെയ്യുന്ന സാധനം. അത് ഡയലോഗ് ഡെലിവറി ഗംഭീരം എന്ന് വേണം പറയാൻ. വിഷ്വൽസ്, BGM, എഡിറ്റിങ് എല്ലാം പൊളി. എനിക്ക് ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ഒരു തോന്നിയത്. അത് ക്യാരക്ടറുടെ പേര് കുഞ്ഞിക്കേളു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. മീശ വരച്ചിട്ട് യോദ്ധാവായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിന്റെ ഫൈറ്റ് കാണിച്ചത് അത് എന്തോ ഒരു എന്താണ് പറയാൻ അറിയുന്നില്ല. ഒരു അതിന് സ്ലോ മോഷനിൽ അവിടെ കാണിച്ചിട്ടാണോ, ആ വിഷ്വലിന്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ പോലെയോ, ഒരു സ്ലോ പേസ് പരിപാടി ചെയ്ത പോലെ. ബാക്കി എല്ലാം ഭയങ്കര ഫാസ്റ്റ് സാധനങ്ങളാണ്. അപ്പൊ ആ കള്ളനായിട്ട് വരുന്ന സംഭവങ്ങൾ, അതല്ലാതെ ഈ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ അജയൻ എന്ന് പറഞ്ഞിട്ട് വേറെ നോർമൽ ക്യാരക്ടർ ഉള്ള അത് പ്രണയിക്കുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ സമയത്തുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഭയങ്കര കിടലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരൊറ്റ ക്യാരക്ടർ ഞാൻ പറഞ്ഞു, ആ വീരൻ എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ പേര് കുഞ്ഞിക്കേളുന്നാണ്, എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. ആ ഒരു ക്യാരക്ടറിന്റെ ഭാഗം കാണിച്ചതൊക്കെ, ആ ഫൈറ്റ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്ലോയിൽ വന്ന് ഭയങ്കര ഒരു ഇനിയിപ്പോ ഇവര് ഇതിനു വേണ്ടി മലപ്പുറം ചെയ്താന്ന് അറിയില്ല. കാരണം ബാക്കി എല്ലാ സാധനവും കിടലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇത് ചിലപ്പോ നമുക്ക് അറിയില്ല, ട്രെയിലർ കണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോ ടീസറൊക്കെ വൻ സാധനമായിരുന്നു. കുറച്ച് ചെറിയൊരു സാധനമാണെങ്കിലും ഒരു മിനിറ്റിൽ താഴെ ആയിരുന്നോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും അത് ഗംഭീര സാധനമായിരുന്നു. ഓരോ സെക്കൻഡും നമ്മളെ ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് തന്നിട്ടുള്ള സാധനമാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ മാത്രം, ആ ഒരു ഭാഗം മാത്രം എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് ഗംഭീര ട്രെയിലർ എന്നാണ് തോന്നുന്നത്. എനിക്ക് എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടും അതിന്റെ ഇടയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസും പ്ലസ് ഇതിന്റെ BGM, ആ BGM ഇങ്ങനെ മുഴങ്ങി ഇങ്ങനെ ഒരു ഹൈ ലെവലിലേക്ക് ഇങ്ങനെ വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അത് 2 ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ മുഴക്കത്തിൽ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഫീല് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തോ ഒരു പോരായ്മ എനിക്ക് ആ ഒരു ക്യാരക്ടറിന്റെ ഭാഗം കാണിച്ചെടുത്ത് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം
നല്ല സൂപ്പറാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടൊവിനോയുടെ ഒരു അഴിഞ്ഞാട്ടം ഒരു പക്ഷെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അത്രയും ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. ആ 3 ക്യാരക്ടർ, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുമ്പോൾ അജയനും കുഞ്ഞിക്കേളും മറ്റേ ക്യാരക്ടറിന്റെ പേരെന്താ എനിക്ക് കറക്റ്റ് കിട്ടില്ല, ആ ക്യാരക്ടർ ARM. അപ്പോ അതൊരു ഒരു പെർഫോമൻസ് കൊണ്ട് ടോവിനോ മിക്കവാറും നമ്മളെ ഞെട്ടിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് നമുക്ക് കണ്ടറിയാം ഈ ഒരു ക്യാരക്ടറും. ഒരു പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ബാക്കിലുള്ള പണ്ടത്തെ എന്തെങ്കിലും കാര്യം പറയണമെന്ന് അറിയില്ല. ഞാൻ പറയുന്ന ആളുടെ, ഞാൻ ഒരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞ ആ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. അതൊരു പക്ഷേ ഒരു ഏതെങ്കിലും കഥ പറയാണോ, പണ്ടത്തെ കാലം കാണിക്കുമ്പോൾ അതുകൊണ്ട് സ്ലോ മോഷനിൽ കാണിച്ചതാണോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇനിയിപ്പോ നിങ്ങൾ പ്രേക്ഷകരിത്ര കണ്ടാൽ മതി എന്ന് വിചാരിച്ച് തന്നാണെന്നും അറിയില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള കഥ ഇതുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെ ഞെട്ടിക്കണമെങ്കിൽ, നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം കുറേ ഭാഗങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യണം. നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല കറക്റ്റ് ഇത് എന്തായിരിക്കും സാധനം. പിന്നെ ആകെ അറിയുന്നത് നാളെ നട തുറക്കുമ്പോൾ ഞാൻ കള്ളനായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ഉള്ളിൽ പെട്ടു പോവാണ് ഒരാൾ, അല്ലെങ്കിൽ ഒരാൾ പെടുത്തുകയാണ്. അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആയിരിക്കാം പുള്ളീനെ. അപ്പോ ജ്യോതി വിളക്ക് കേട്ട കള്ളന്റെ ഇതാണോ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് മനഃപൂർവ്വം അല്ലാത്ത കാരണം കൊണ്ട് കള്ളനാക്കപ്പെട്ട ഒരാളായിരിക്കാം. പുള്ളിക്കാരൻ പിന്നീട് റിവെഞ്ച് ചെയ്യുന്നതോ, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ തന്നെ കള്ളനെ മുദ്രകുത്തി എന്നാ പിന്നെ ആ വഴി പോയേക്കാന്ന് പറയുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അറിയില്ല, നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ആ ഡയലോഗ് കേട്ടുകൊണ്ട് തോന്നിയതാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ആ ഒരു സാധനം മാത്രം ചെറിയൊരു കടി എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് നേരത്തെ വീഡിയോ അവിടെ കിടക്കട്ടെ, എന്റെ താഴെ എത്ര തെറി വരുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുന്നവരെ